ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മിക്കേൽ സ്റ്റാറെ ഇനി ക്ലബിനോടൊപ്പം ഇല്ല. മോശം പ്രകടനത്തെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ഒരൽപ്പം മുമ്പ് കൊച്ചി എയർപോർട്ടിൽ അദ്ദേഹം എത്തിയിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു തീരുമാനത്തിൽ താൻ വളരെയധികം നിരാശനാണ്, ദുഃഖിതനാണ് എന്ന കാര്യം ഇപ്പോൾ സ്റ്റാർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് താൻ. ഇത് കഠിനമായ ഒരു ദിവസമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ താൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന കാര്യം കൂടി സ്റ്റാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കഠിനമായ ഒരു ദിവസമാണ്. ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും ഞാൻ വളരെയധികം നിരാശനാണ്, ദുഃഖിതനുമാണ്. പക്ഷേ അവസാനത്തിൽ റിസൾട്ട് മാത്രമാണ് പ്രാധാന്യം. പക്ഷേ ഇവിടെ തുടരുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ആരാധകർ വളരെ മികച്ച രീതിയിൽ തന്നെ ക്ലബിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ കഠിനമായ ഒരു ദിവസമാണ് ഇത്. പക്ഷേ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന മിക്കേൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സ്റ്റാറയെ പുറത്താക്കിയതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ സജീവമാണ്. പക്ഷേ ക്ലബ്ബ് മാനേജ്മെൻറ്റ് തങ്ങളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ബലിയാടാക്കിയത് എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. മഞ്ഞപ്പട പോലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇനി ഏതൊക്കെ രൂപത്തിലുള്ള മാറ്റങ്ങൾ ക്ലബിനകത്ത് വരുത്തും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.